സ്വന്തം ഉമ്മാനെ തല്ലി ഉപദ്രവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ പറയാം. സുഹൃത്തുക്കളെ, എൻ്റെ നാട്ടിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഇത്. ഈ വീഡിയോ ഒരാളും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും ഫുള്ളായി വീഡിയോ കാണുക. എൻ്റെ നാട്ടിൽ ഉള്ള ഒരു ഹൈന്ദവ സഹോദരൻ, അവൻ സ്വന്തം അവൻ്റെ ഉമ്മാനെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. ഉമ്മാനെ തല്ലുന്നു, ഉപദ്രവിക്കുന്നു. കയ്യിലേക്ക് എന്ത് വസ്തു കിട്ടുന്നുമോ അതിലെല്ലാം അവൻ ആ പാവപ്പെട്ട അമ്മയെ അടിച്ച് ഉപദ്രവിക്കുന്നു. 2 ദിവസം മുമ്പ് ആ ഉമ്മ മകൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഇത് എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. ഞാൻ ഇത് വെറുതെ നുണ പറയുന്നതല്ല. ഈ ചെറുപ്പക്കാരൻ പശുവിനെ മാതാവ് എന്ന് വിളിച്ച് ബഹുമാനിക്കുന്നു. മുസ്ലിമീങ്ങൾ പശുവിനെ മാംസം ചെയ്യുമ്പോൾ അതിനെ അതിശക്തമായി എതിർക്കുന്നു. എന്നാൽ ഈ ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മാനെ തല്ലുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സഹോദരനോട്, പശുവിനെ മാതാവ് എന്ന് വിളിക്കുന്ന നിനക്ക് എന്തുകൊണ്ട് സ്വന്തം മാതാവിനെ ഉമ്മ എന്ന് വിളിക്കാൻ സാധ്യമാവുന്നില്ല? സഹോദരങ്ങളെ, എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ് ഇത്. പല സമയത്ത് ഞാൻ പാവപ്പെട്ട ആ സ്ത്രീക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. മകനും മരുമകളും ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്ക് ഇട്ടപ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പാവമാണ് ആ ഉമ്മ. ഒരു തെറ്റും ചെയ്യാത്ത ആ ഉമ്മാനെ ഈ മകൻ രാത്രി സമയത്ത് കള്ളും കുടിച്ചു വന്ന് ഉമ്മയെ അടിക്കുന്നു. 2 ദിവസം മുമ്പ് ആ ഉമ്മ മകൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. എടാ ചെറുപ്പക്കാരാ, നോക്കിക്കോ, നിനക്കും ഒരു ദിനം വരാനുണ്ട്, നിന്റെ മക്കൾ അടിക്കുന്ന ദിനം. ആ പാവപ്പെട്ട ഉമ്മയെ നീ എങ്ങനെയാണ് ഉപദ്രവിച്ചത്, അതുപോലെ നിന്റെ മക്കൾ നിന്നെ ഉപദ്രവിക്കും. ഈ സമയത്ത് ഞാൻ മുത്തുനബിയുടെ ഒരു വാക്ക് ഓർക്കുന്നു: ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം. ഇസ്ലാം ഉമ്മാക്ക് കൊടുത്ത സ്ഥാനം മറ്റു ഏത് മതവും നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് വൃദ്ധാശ്രമയിൽ മുസ്ലിം ഉമ്മമാർ കുറഞ്ഞു പോയത്. ഇസ്ലാം പറഞ്ഞത് ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം. മുസ്ലിമീങ്ങൾ ഉമ്മാനെ തൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു. അള്ളാഹു ഉമ്മാനെ തല്ലുന്ന എൻ്റെ നാട്ടിലുള്ള ആ ചെറുപ്പക്കാരന് ഹിദായത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.